ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോട്ടറി ടു ബാഴ്സലോണ ആയിരുന്നു ഇന്നലെ ഫുള്ള് ട്രാൻസ്ഫർ ലോകത്തില്. അത് ഏകദേശം നടക്കുന്ന രീതിയിൽ വരെ എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഇന്നലെ ഫാബ്രിസിയോ റൊമാനോയും അത്ലറ്റിക്കോ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. റോട്ടറിക്ക് ബാഴ്സലോണ ഇൻട്രസ്റ്റ് ഉണ്ട്, ആള് ബാഴ്സലോണ ഓഫർ കേൾക്കാൻ തയ്യാറാണ് എന്ന് റോട്ടറി ഇടുന്നു, ഫാബ്രിസിയോ ഇടുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനുശേഷമാണ് ഫുള്ള് ഇത് കൂടുതൽ റോട്ടറി ഏകദേശം ബാഴ്സലോണയ്ക്ക് എത്തി, ബാഴ്സലോണയ്ക്ക് പോയി, ആ രീതിയിലൊക്കെ വരുന്നത്. ഇപ്പൊ ആദ്യം തന്നെ റയൽ മാഡ്രിഡിന്റെ ഒരു സൈനിങ് ആയിരുന്നു. ഏകദേശം 90% റോട്ടറി റയലിലേക്ക് നല്ല രീതിയായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു ഇതെന്നാണ് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നേരെ ഒരു 10-15 മണിക്കൂർ കൊണ്ട് ബാഴ്സലോണയ്ക്ക് റോട്ടറി പറയുന്നത്. ഇതിപ്പോ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം ആള് ഉണ്ടായിരുന്നു. ആളുടെ ഡ്രീം ക്ലബ്ബ് റയൽ മാഡ്രിഡ് ആണ്. ആൾക്ക് റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ആൾക്ക് റയൽ മാഡ്രിഡ് മതി എന്നൊരു രീതിയായിരുന്നു. ആളിതിന് മുമ്പ് സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ആള് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ട്. അപ്പോ റയൽ മാഡ്രിഡിൽ കളിക്കണം എന്നുള്ള ഒരു മോഹം ആൾക്കുണ്ട്. ആള് റയലിലേക്ക് പോകും. ആളുടെ ഡ്രീം ക്ലബ്ബാണ് റയൽ എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒന്നാമത് പെപ്പ് പോയി. പെപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കൊല്ലം സിറ്റിയില് റോട്ടറി നിന്നത്. ഇപ്പൊ പെപ്പല്ല, മരസ്കയാണ്. അപ്പോ മരസ്കയുടെ അത്ര ബന്ധമൊന്നുമില്ല. അപ്പൊ ഏകദേശം റയലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അത് മാത്രമല്ല, അപ്പോ സിറ്റിയുടെ സ്റ്റാൻഡ്സ് എന്താണെന്ന് വെച്ചാൽ പ്ലെയറിന് പോണെങ്കിൽ പോവാം, നമ്മള് പ്ലെയറിനെ ഫോഴ്സ് ചെയ്യില്ല, സ്റ്റേ ചെയ്യാൻ നിർബന്ധിക്കില്ല എന്ന രീതിയിലായിരുന്നു. അപ്പൊ എല്ലാരും ഓക്കെ റയലിലേക്ക് പോകും എന്ന രീതിയിലായിരുന്നു. പക്ഷെ റയല് അവര് റോട്ടറി മാത്രമല്ല കുറെ സൈനിങ്സ് അവർ ഡിലേ ആക്കി. ആദ്യം റയലിനൊരു പ്രശ്നമാണെന്ന് യാൻ ഡിമോന്റെ പ്രശ്നം ഇതായിരുന്നു. അത് ഇപ്പോഴും അത് ഫൈനൽ സ്റ്റേജ് എത്തിയിട്ട് അത് കൺഫേം ആക്കാൻ സാധിച്ചിട്ടില്ല. അതിനിടയ്ക്ക് വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു പ്രശ്നം വന്നു. ആളുടെ കോൺട്രാക്ട് റിന്യൂവൽ അക്സെപ്റ്റ് ചെയ്തില്ല, ഓഫർ സ്വീകരിച്ചില്ല, ആർട്സിൽ നോക്കുന്നുണ്ട്. അങ്ങനെ രീതിയിലുള്ള ഒരു കുറെ പ്രശ്നം വന്നു. ആ സമയത്ത് റോട്ടറിയുടെ ഡീൽ അവിടെ ഡിലേ ആയി. അത് വേഗം എത്തിക്കാൻ പറ്റിയില്ല. റയൽ മാഡ്രിഡിന് ഉദ്ദേശിച്ച സമയത്ത് അല്ലെങ്കിൽ വേഗം എത്തിക്കാൻ പറ്റിയില്ല അവിടെ റോട്ടറിയുടെ ഡീല്. അപ്പൊ ഡിലേ ആയി. അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ട് പറയുന്നത് അതുകൊണ്ട് റോട്ടറി ഡീല് ഡിലേ ആയതുകൊണ്ട് റോട്ടറിക്ക് മടുത്തു, റയലായിട്ടുള്ള ഇതൊന്നും മടുത്തു എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ആള് ബാഴ്സലോണയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് റോട്ടറിക്ക് റയൽ മടുത്തു. റോട്ടറി ഇപ്പോ ഓപ്പൺ ആണ് ബാഴ്സലോണയിൽ ജോയിൻ ചെയ്യാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ അത് 2 ദിവസം മുമ്പ് ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറും ബാഴ്സലോണയുടെ പ്രസിഡന്റുമായ ലപ്പോർട്ടയും പിന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയും പ്രസിഡന്റായ ലപ്പോർട്ടയും മാഡ്രിഡില് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫുട്ടേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് എല്ലാരും വിചാരിച്ചത് അതൊക്കെ മാഡ്രിഡില് ജൂലിയൻ അൽവാരസിന്റെ കാര്യം ഏകദേശം ഒരു ആക്കാനാണ്. ഇപ്പൊ അൽവാരസിന്റെ കാര്യത്തില് ഡീല് എന്തെങ്കിലും ഒക്കെ ആക്കാനാണ് എന്ന രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കേസ് നോക്കുമ്പോ അതല്ല. അപ്പൊ ആളൊക്കെ അൽവാരസ് രണ്ടും മാഡ്രിഡാണല്ലോ. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും മാഡ്രിഡ് സിറ്റിയിലാണ്. അപ്പോ റയലിന്റെയും കൂടി അതായത് റോട്ടറിയും കൂടി കാര്യത്തിലാണ് പോയത് എന്നുള്ള രീതിയാണ് ഇപ്പൊ സ്പെക്കുലേഷൻസ് വരുന്നത്. അപ്പോ ലാസ്റ്റ് അതായത് ഇപ്പൊ റോട്ടറിയുടെ കാര്യത്തിൽ ലാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വന്നത് 4 മണിക്ക് ഇന്ത്യൻ സമയം 4 മണിക്കോ 3 മണിക്കോ സമയത്താണ് റൊമാനോ റിപ്പോർട്ട് ചെയ്തത്. റൊമാനോ അതിൽ പറയുന്നത് ഇപ്പോ റോട്ടറി ഫുള്ള് കമ്മിറ്റഡ് ആണ്. റോട്ടറിയുടെ ഏജന്റിനോട് പറഞ്ഞു ആള് ബാഴ്സ മതി, ബാഴ്സലോണയ്ക്ക് ആൾക്ക് പോകാൻ ആഗ്രഹം ബാഴ്സലോണയ്ക്കാണ് എന്ന രീതിയിൽ പറഞ്ഞു. ഇനി ഇത് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇനി സിറ്റി ബാഴ്സലോണയുടെ ഒരു നെഗോസിയേഷൻ നടക്കണം, ക്ലബ് ടു ക്ലബ് നെഗോസിയേഷൻ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഒരു പേഴ്സണൽ ടൈംസ് അത്ര ഒരു വലിയ കാര്യമായിരിക്കില്ല. റോട്ടറി ആയിട്ട് പേഴ്സണൽ ടൈംസ് എഗ്രി ചെയ്ത് സിറ്റി ആയിട്ട് ക്ലബ് ടു ക്ലബ് ടോക്സ് നടത്തി സിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എത്ര 70 മില്യണോ അത്ര സംതിങ് ആണ്. അത് ബാഴ്സലോണ വില്ലിംഗ് ടു പേ. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% ഇത് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഒരു 10% അവിടെ ഉണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് റോട്ടറി ബാഴ്സയ്ക്ക് വന്നു പറയാൻ പറ്റില്ല. ഒരു 90% ഇപ്പോഴും അല്ല, ഒരു 10% ഇപ്പോഴും
റോട്ടറി ബാഴ്സലോണ റയലിലേക്ക് പോകാനുള്ള നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോ ലാസ്റ്റ് ഒരു 10-15 മണിക്കൂറിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോ റോട്ടറി ബാഴ്സലോണയ്ക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡ് പെഡ്രി, ഡിജോങ്, റോട്ടറി, മാൻ വാട്ട് ഒരു മിഡ്ഫീൽഡ് ആയിരിക്കും പറഞ്ഞത്. ബെസ്റ്റ് മിഡ്ഫീൽഡ് ആവും ഈ യൂറോപ്പിൽ തന്നെ ഒരു ബെസ്റ്റ് മിഡ്ഫീൽഡ് ആവും. നമ്മളിപ്പോ PSG മിഡ്ഫീൽഡ് ജാവോ നെവസ്, റൂയി ഒക്കെ പറയുന്ന പോലെ മിഡ്ഫീൽഡ്, ആർസണലിലെ റൈസ് അങ്ങനത്തെ ഒക്കെ പറയുന്ന മിഡ്ഫീൽഡ് ഇപ്പൊ അങ്ങനത്തെ മിഡ്ഫീൽഡ് ആവും. ഡിജോങ്, പെഡ്രി, റോട്ടറി സൂപ്പർ മിഡ്ഫീൽഡ് ആവും. അങ്ങനെ സംഭവിച്ചാൽ അതായത് ഇപ്പത്തെ ഇത് കണ്ടിട്ട് ഏകദേശം അവിടെ പോകാനുള്ള സാധ്യത. അപ്പൊ നമുക്കിപ്പോ റയൽ മാഡ്രിഡിന് എല്ലാം കാര്യങ്ങളും വേഗം നിൽക്കണം. റയൽ മാഡ്രിഡ് അടുത്തേക്ക് വന്ന് അവര് ആൻഡി മോന്റെ ഇപ്പോഴും ഒഫീഷ്യൽ ആക്കിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് ഒഫീഷ്യലാക്കി കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ വിനീഷ്യസിന്റെ ഇപ്പൊ വിനീഷ്യസ് 2030 വരെ, വിനീഷ്യസ് ജൂനിയർ 2030 വരെ കോൺട്രാക്ട് സൈൻ ചെയ്തു. അതൊരു നല്ല കാര്യമാണ് റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം. ഇപ്പൊ റയൽ മാഡ്രിഡ് എല്ലാം വേഗം വർക്ക് ചെയ്യണം, ക്വിക്കായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ റോട്ടറിയുടെ ഡീലും അവർക്ക് അധികം പെട്ടെന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ റോട്ടറി അങ്ങോട്ട് പോകുന്നവർക്ക് നോക്കിയിരുന്ന് കാണാം. അപ്പൊ ഈ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.